ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന മൂവി സിസു 2022 അവസാന പാതിയിൽ ഇറങ്ങിയ ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. വെൽക്കം ടു മല്ലു ട്രാൻസ്ലേറ്റർ. മൂവി തുടങ്ങുന്നത് 1944 വേൾഡ് വാർ 2 നടന്നുകൊണ്ടിരിക്കുന്ന സമയം സോവിയറ്റ് യൂണിയന്റെ നാസി സോൾജിയേഴ്സ് ഫിൻലാൻഡിലേക്ക് പലായനം ചെയ്യുന്നു. അന്നേരം അവർ എല്ലാ ജീവനുകളെയും കൊന്നൊടുക്കിയാണ് പോകുന്നത്. ഈ സ്ത്രീകളെയും അവർ അടിമകളാക്കി വെച്ചിട്ടുണ്ട്. ആ സ്ത്രീകളെ അവർ ഉപദ്രവിക്കുന്നുണ്ട്. ശേഷം ഒരു വിജനമായ സ്ഥലത്ത് ഒരു വയസ്സായ ആളെ കാണിക്കുന്നു. അയാളുടെ പേരാണ് അറ്റാമി. ഒരു മരുഭൂമിയിൽ തന്റെ കുതിരയ്ക്കും നായക്കും കൂടെ ഒറ്റക്കാണ് അയാളുടെ ജീവിതം. രാവെന്നോ പകലെന്നോ ഇല്ലാതെ മൈനിങ് ചെയ്യുകയാണ് അദ്ദേഹം, അതും ഗോൾഡിന് വേണ്ടി. ഇതിലെ രസകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ അയാളുടെ എഫേർട്ടിന് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഗോൾഡ് കിട്ടുന്നു. അയാൾ അതും കുതിരയുടെ മുതുകിൽ കെട്ടി നായയെ കൊണ്ട് യാത്ര തുടങ്ങുന്നു. പക്ഷേ ആ യാത്ര അത്ര സുഖകരമല്ലായിരുന്നു. അയാൾക്ക് മറികടക്കേണ്ടത് നാസി സോൾജിയേഴ്സിനെയാണ്. അതൊരു വലിയ കടമ്പ കൂടിയാണ്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അദ്ദേഹം യാത്ര തുടങ്ങുന്നു. ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് നാസി സോൾജിയേഴ്സിനെ അയാൾ പതിയെ മറികടക്കുന്നു. ആ സോൾജിയേഴ്സ് അയാളെ കളിയാക്കുന്നു. അയാൾ അതൊന്നും വകവെക്കാതെ യാത്ര തുടരുന്നു. അന്നേരം ക്യാപ്റ്റന്റെ കൂടെയുള്ളയാൾ അയാളെ വെടിവെക്കാൻ നിൽക്കുന്നു. അന്നേരം ക്യാപ്റ്റൻ പറയുന്നു, അയാളെ വെടിവെച്ച് എന്തിനാണ് ബുള്ളറ്റ് തീർക്കുന്നത്? അയാൾ ഈ മരുഭൂമിയിൽ കിടന്ന് ചത്തോളും, ഇല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഇരയായിക്കോളും എന്ന് പറയുന്നു. ശേഷം അയാൾ വീണ്ടും യാത്ര തുടരുന്നു. ആ യാത്രയിൽ അയാൾ വളരെ ഭീതിപ്പെടുത്തുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വഴിയരികിലെ ഓരോ പോസ്റ്റിലും ഓരോരുത്തരെ കൊന്നു കെട്ടി തൂക്കിയിരിക്കുന്നു. അയാൾ അതൊന്നും ശ്രദ്ധിക്കാതെ യാത്ര തുടരുന്നു. അങ്ങനെ അവസാനം രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് സോൾജിയേഴ്സിനെ അടുത്തെത്തുന്നു. അവരാണ് ആ വഴിയിൽ മൊത്തം മൈൻ വെച്ച് വരുന്നത്. അതിലൊരു സോൾജിയർ ഇറങ്ങി വന്ന് അറ്റോമിയോട് ചോദിക്കുന്നു, എന്താണ് ഈ ബാഗിൽ എന്ന്. അയാൾ ഒന്നും മിണ്ടുന്നില്ല. ശേഷം ആ പട്ടാളക്കാരൻ വന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനെ അയാൾ ആ ഗോൾഡ് കണ്ടെത്തുന്നു. ശേഷം അറ്റോമിയെ കൊല്ലാൻ ശ്രമിക്കുന്നു. അറ്റോമി പതിയെ നായയോട് ഓടാൻ പറയുന്നു. നായയെ ആ പട്ടാളക്കാരൻ ഷൂട്ട് ചെയ്യുന്നു. ആ സൗണ്ട് കേട്ടതും നമ്മുടെ കേണൽ വിചാരിക്കുന്നു ആ വയസ്സന്റെ കഥ തീർന്നു എന്ന്. അന്നേരം അറ്റോമിയുടെ ഡോഗിനെ ഷൂട്ട് ചെയ്ത ആ പട്ടാളക്കാരനെ ഒറ്റക്കുത്ത്, അതും തലക്കിട്ട് അറ്റോമി വളരെ പെട്ടെന്ന് ആ ഗ്യാങ്ങിലെ സോൾജിയേഴ്സിനെ എല്ലാം കൊല്ലുന്നു. ആ വീഡിയോ വെച്ച് കേട്ടതും നമ്മുടെ കേണലിന് ഒരു സംശയം, എന്തോ പ്രോബ്ലം ഉണ്ടെന്ന്. അങ്ങനെ അയാൾ വണ്ടി തിരിച്ച് അവരെ അന്വേഷിച്ചു വരുന്നു. അന്നേരം കണ്ടത് അവരുടെ എല്ലാം ഡെഡ് ബോഡികളാവും. അവിടെ നിന്ന് അയാൾക്കൊരു പീസ് ഓഫ് ഗോൾഡ് കിട്ടുന്നു. അന്നേരം അയാൾ മനസ്സിലാക്കുന്നു ആ വൃദ്ധന്റെ കയ്യിൽ നിറയെ സ്വർണമായിരിക്കും. അത് കണ്ടെത്തിയത് കാരണമാകും ഇവരെല്ലാം അയാൾ കൊന്നത്. അതിന് പകരം ചോദിക്കണമെന്ന് പറഞ്ഞ് ആ ടാങ്കർ എടുത്ത് വേഗത്തിൽ പോകുന്നു. വേഗത്തിൽ തന്നെ ആ വൃദ്ധനെ അവർ കണ്ടെത്തുന്നു. അയാൾ അവർ വരുന്നതും കണ്ട് ആ കുതിരയുടെ സ്പീഡ് കൂട്ടുന്നു. അന്നേരം അയാളെ അവരെല്ലാം വെടിവെക്കുന്നു. പെട്ടെന്ന് അവർ വെടിവെപ്പ് നിർത്തുന്നു. അന്നേരം അറ്റോമിക്ക് സംശയമായി, എന്താണ് അവർ വെടിവെപ്പ് നിർത്തിയത്? ഞാൻ ഇപ്പോഴും ഗൺ റേഞ്ചിൽ തന്നെയാണല്ലോ എന്നെല്ലാം. അന്നേരം അയാൾ തന്റെ കുതിരയോട് നിൽക്കാൻ പറയും നേരം കുതിര മൈനിൽ ചവിട്ടി ബോംബ് പൊട്ടുന്നു. അയാൾ തലനാഴികയിഴക്ക് രക്ഷപ്പെടുന്നു. തന്റെ ചത്തുപോയ കുതിരയെ കെട്ടിപ്പിടിച്ച് അയാൾ കരയുന്നു. ശേഷം അയാൾ ഗോൾഡിന്റെ പീസ് പെറുക്കിയെടുക്കുന്നു. അന്നേരം ആ പട്ടാളക്കാർ അവിടെ എത്തി. അയാൾ ഒട്ടും ഭയമില്ലാതെ ആ ഗോൾഡ് അപ്പോഴും എടുത്ത് ബാഗിലിടുന്നു. അന്നേരം അയാൾ ഒരു കല്ലുകൂടി എടുക്കുന്നു. അന്നേരം അവിടെ ക്യാപ്റ്റൻ പറയുന്നു, അയാളുടെ കണ്ണിൽ തെല്ലും ഭയമില്ല, വേഗം ഷൂട്ട് ചെയ്യുന്നു. ആ പട്ടാളക്കാരൻ ഷൂട്ട് ചെയ്തതും അറ്റോമിയ കല്ലെടുത്ത് ഒരു മൈനിൽ എറിയുന്നു. അവിടെ ആകെ എക്സ്പ്ലോഡ് ആവുന്നു. ആ ടൈമിൽ അറ്റോമി ഓടി ഒളിക്കുന്നു. സോൾജിയേഴ്സ് നിർത്താതെ വെടിവെക്കുന്നു. ബട്ട് അയാൾ എവിടെയും പോയിരുന്നില്ല. അയാൾ ഒരു ഷീൽഡ് എടുത്ത് ആ ബുള്ളറ്റിനെ എല്ലാം എതിർക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഒരു പട്ടാളക്കാരൻ ഈ എക്സ്പ്ലോഡ് നടന്ന പ്ലേസിലേക്ക് വരുന്നു. അന്നേരം അറ്റോമിയെ മൈൻ എടുത്തെറിഞ്ഞ് അയാളെ കൊല്ലുന്നു. അങ്ങനെ ഒരുപാട് പട്ടാളക്കാർ ഇതുപോലെ മരിക്കുന്നു. ശേഷം നോക്കുമ്പോൾ അറ്റോമിയെ കാണാനില്ല. അന്നേരം ക്യാപ്റ്റൻ പറയുന്നു, 2 സ്ത്രീകളെ ടാങ്കറിന് മുന്നിൽ കെട്ടിയിടുക, അവർ നടന്നു പോകുമ്പോൾ മൈൻ പൊട്ടിക്കോളും, നമ്മൾക്ക് കളയാൻ ഇനി പട്ടാളക്കാരില്ല എന്ന്. ശേഷം പറഞ്ഞ പോലെ പെണ്ണുങ്ങളെ മുന്നിൽ കെട്ടിയിട്ട് വണ്ടി നീങ്ങുന്നു. അന്നേരം അറ്റോമി ഓടി വിളിക്കുന്നു. അയാളുടെ കാലിൽ ഒരു ബുള്ളറ്റ് കാരണം മുറിവായിരുന്നു. അത് കാരണം അയാൾ വിശ്രമിക്കുന്നു. അന്നേരം അവരുടെ കേണൽ ഹെഡ് ഓഫീസിൽ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുന്നു. ഒരു ഓൾഡ് മാൻ കാരണം കുറെ പട്ടാളക്കാർ മരിച്ചു എന്നെല്ലാം. അന്നേരം അവരുടെ ഹെഡ് പറയുന്നു, അയാൾ ഒരു ഓർഡിനറി മാൻ അല്ല, റിട്ടയർഡ് കമാൻഡോ ആണ്. അയാൾക്ക് പല രാജ്യങ്ങളിലും റെപ്യൂട്ടേഷൻ ഉണ്ട്. അന്നേരം കേണൽ തന്റെ ഫ്രണ്ടിനോട് പറയുന്നു, അയാൾ ഒരു ഇമോർട്ടൽ ആണെന്നാണ് ഹെഡ് ഓഫീസിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഭാഗ്യം കൊണ്ടാണ് അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടെന്നെല്ലാം അവർ പറഞ്ഞു. എത്രയും പെട്ടെന്ന് ഫിൻലാൻഡിലേക്ക് തിരിച്ചു വരാനാണ് അവർ പറഞ്ഞതെന്നും പറയുന്നു. അന്നേരം കേണലിന് അറ്റോമിയുടെ നായയുടെ ടാഗ് കിട്ടുന്നു. അത് കണ്ടപ്പോൾ അദ്ദേഹം മനസ്സിലാക്കുന്നു, വിന്റർ വാറിൽ തന്റെ ജീവിതവും കുടുംബവും നഷ്ടപ്പെട്ട ആളാണ് അറ്റോമി. അദ്ദേഹത്തിന് ആ വിന്റർ വാറിൽ ഒരു നിക്നെയിം കൂടി ലഭിച്ചു,
കോട്ടെ, ഇറ്റ് മീൻസ് ദ ഇമോർട്ടൽ. അയാൾ ഒരു വൺമാൻ ആർമി ആയിരുന്നു. അദ്ദേഹത്തിന് 100ഓളം ആളുകളെയും 300ഓളം നാസി സോൾജിയേഴ്സിനെയും ഒറ്റക്ക് കൊന്നു തള്ളിയിട്ടുണ്ട്. സീനിയേഴ്സിന്റെ ഓർഡർ ഒന്നും കേൾക്കാതെ സ്വന്തം തീരുമാനത്തിൽ പൊരുതുന്ന സ്റ്റൈലാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ സീനിയേഴ്സിൽ മറ്റും അദ്ദേഹത്തിനോട് അസൂയാണ്. അയാളുടെ ധൈര്യത്തിന് മുന്നിൽ ഈഗോയും ഉണ്ട്. ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞു തീർത്ത് നമ്മുടെ കേണൽ പട്ടികളുമായി അറ്റോമിയെ തേടിയിറങ്ങുന്നു. ഉറക്കത്തിലായിരുന്നു അന്നേരം അദ്ദേഹം. ആ നായകളുടെ സൗണ്ട് കേട്ട് തന്നെ വേട്ടയാടുകയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അന്നേരം അറ്റോമിയെ ട്രക്കിന് താഴെ തൂങ്ങിപ്പിടിക്കുന്നു. ഡീസൽ ടാങ്കിന് കത്തികൊണ്ട് കുത്തി ഹോളുണ്ടാക്കുന്നു. അന്നേരം സ്മെൽ കിട്ടാതെ നായകൾ കൊലക്കുന്നു. അത് മനസ്സിലാക്കിയ കേണൽ ഡീസലിന്റെ സ്മെല്ല് കാരണം ട്രക്ക് നിർത്തി ചെക്ക് ചെയ്യാൻ പറയുന്നു. അന്നേരം പന്തികേട് തോന്നിയ ടോമി ഇറങ്ങി ഓടുന്നു. അന്നേരം പട്ടാളക്കാരൻ അയാളുടെ കാലിന് വെടിവെക്കുന്നു. ശേഷം പട്ടികളെ അയച്ചുവിടുന്നു. അന്നേരം അയാൾ സ്വന്തം ശരീരം കത്തിച്ച് പട്ടികളെ വിരട്ടിയോടി ഒരു ലേക്കിൽ ചാടുന്നു. തന്നെ കൊല്ലാൻ ചാടിയ എല്ലാ സോൾജിയേഴ്സിനെയും അറ്റോമി വെള്ളത്തിനടിയിൽ വെച്ച് കൊന്നു തള്ളുന്നു. ശേഷം ഒരു ബോട്ട് ഉപയോഗിച്ച് അദ്ദേഹം രക്ഷപ്പെടുന്നു. അങ്ങനെ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ അദ്ദേഹം ഒളിച്ചിരിക്കുന്നു. അന്നേരം തന്നെ പട്ടി ഓടി വന്നു. ഒരു ട്രാപ്പാണെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും പട്ടിയുടെ ശരീരത്തിലുള്ള ബോംബ് പൊട്ടി അയാളുടെ ബോധം പോകുന്നു. അന്നേരം അവർ അയാളെ തൂക്കുകയർ റെഡിയാക്കിയിരുന്നു. ബോധം വന്നപ്പോഴേക്കും അയാളുടെ കഴുത്തിൽ കയർ വീണിരുന്നു. അന്നേരം അവർക്ക് ദേഷ്യം മാറുന്നില്ല. ഈ വയസ്സന്റെ കണ്ണിൽ ഇപ്പോഴും പഴമില്ല. അങ്ങനെ അവർ അയാളെ തൂക്കിക്കൊല്ലുന്നു. ശേഷം അയാളുടെ ഗോൾഡ് എടുത്തുകൊണ്ട് പോകുന്നു. കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ അറ്റോമിയുടെ ശരീരം ഇളകുന്നു. അയാളുടെ ശരീരത്തിന് അപ്പോഴും ജീവനുണ്ട്. അങ്ങനെ പാടുപെട്ട് ആ തൂക്കുമരത്തിൽ നിന്ന് അയാൾ പുറത്തു ചാടുന്നു. അന്നേരം ഫ്ലൈറ്റിൽ വന്ന 2 പേർ അവരെ കാണുന്നു. അതും നാസി സോൾജിയേഴ്സ് ആവും. അവരുടെ കൂട്ടത്തിലുള്ള ആൾ ആ നായ വയസ്സിനെ കൊല്ലാൻ പറയുന്നു. ഒരു സൗണ്ട് പോലും കേൾക്കാതായപ്പോൾ അയാൾ വന്ന് നോക്കിയതും അറ്റോമി അയാളെ അടിച്ചിടുന്നു. മറ്റേ പട്ടാളക്കാരനെ ഓൾറെഡി അറ്റോമി കൊന്നിട്ടുണ്ട്. ഇയാളെ അറ്റോമി അടിച്ചിടുന്നു, ബട്ട് കൊല്ലുന്നില്ല. കാരണം ആ ഫ്ലൈറ്റ് ഓടിക്കാൻ ആൾ വേണമല്ലോ. അങ്ങനെ അയാൾ ആ സോൾജിയറോട് പറയുന്നു, എനിക്ക് കേണലിനെ കണ്ടെത്തണം. അയാൾ എൻ്റെ എല്ലാ സമ്പാദ്യം കൊണ്ടുപോയെന്ന്. തൻ്റെ ഗോൾഡുമായി രക്ഷപ്പെട്ടവരെ തേടി അറ്റോമി ഫ്ലൈറ്റിൽ വന്നു. ബട്ട് അപ്പോഴേക്കും ആ സോൾജിയർ മരിച്ചു കാണും. അങ്ങനെ നിയന്ത്രണം വിട്ട് ആ ഫ്ലൈറ്റ് വീഴുന്നു. അത് കണ്ട് കേണൽ അത് ചെക്ക് ചെയ്യാൻ വണ്ടി നിർത്തുന്നു. ബട്ട് ആ ഫ്ലൈറ്റിൽ ഒരാൾ മാത്രം. അന്നേരം കേണലിന് മനസ്സിലാകുന്നു അറ്റോമി മരിച്ചിട്ടില്ല, അയാൾ റിവെഞ്ചിന് ഒരുങ്ങിക്കഴിഞ്ഞു എന്ന്. അന്നേരം നാസി പട്ടാളക്കാരുടെ മുഖത്ത് ഭയം കാണുന്നു, മരണഭയം. അങ്ങനെ അവരുടെ സ്ത്രീകളെ ബന്ദികളാക്കി കൊണ്ടുപോകുന്ന വണ്ടിയിൽ കയറുകയും അതിലുള്ള പട്ടാളക്കാരെ കൊല്ലുകയും ചെയ്യുന്നു നമ്മുടെ അറ്റോമി. ശേഷം എല്ലാ സ്ത്രീകൾക്കും കൊണ്ടുകൊടുക്കുന്നു. അവർ മുഖേന ഒരു കൂട്ടം പട്ടാളക്കാരെ വെടിവെച്ച് കൊല്ലുന്നു. ശേഷം അറ്റോമി ടാങ്കർ ഉപയോഗിക്കുന്ന പട്ടാളക്കാരനെ കൊന്ന് കേണലിന് നേരെ തിരിയുന്നു. അന്നേരം കേണൽ കൂടെയുള്ള പട്ടാളക്കാരനുമായി ഗോൾഡും എടുത്ത് രക്ഷപ്പെട്ടു കാണും. അന്നേരം അറ്റോമിയുടെ ധൈര്യത്തിൽ ആ സ്ത്രീകൾ എല്ലാവരെയും തീർക്കുന്നു. അങ്ങനെ കേണൽ തന്നെ കാത്തിരുന്ന സീനിയർ സോൾജിയറുടെ അടുത്തെത്തുന്നു. അദ്ദേഹം ഫ്ലൈറ്റുമായി രക്ഷപ്പെടാൻ നിൽക്കുമ്പോൾ കൂടെ വന്ന പട്ടാളക്കാരനെ ഒട്ടും ധൈര്യമില്ലാതെ കേണൽ കൊല്ലുന്നു. ശേഷം ഫ്ലൈറ്റ് എടുത്ത് രക്ഷപ്പെടാൻ നോക്കുന്നേരം അറ്റോമി അവരെ ആക്രമിക്കുന്നു. ശേഷം തൻ്റെ കയ്യിലുള്ള മാറ്റോക്ക് എടുത്ത് വിമാനത്തിൽ കയറിക്കൂടുന്നു. അന്നേരം അയാൾ കേണലുമായി ഫൈറ്റ് ആകുന്നു. ശേഷം അയാൾ അറ്റോമി മിസൈലിൽ കെട്ടി ലോഞ്ച് ചെയ്യിച്ചു വിടുന്നു. അന്നേരം ഫ്ലൈറ്റ് താഴെ പോകുന്നു. ഫ്ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ നോക്കുന്നേരം അതൊരു വെള്ളത്തിലേക്ക് ലാൻഡ് ആവുന്നു. അന്നേരം അടിമ സ്ത്രീകൾ പട്ടാളക്കാരനെ ടാങ്കറിന് മുന്നിൽ കെട്ടിത്തൂക്കി ജർമ്മനിയിലെത്തുന്നു. അന്നേരം ഫ്ലൈറ്റിൽ നിന്ന് രക്ഷപ്പെട്ട അറ്റോമി തൻ്റെ നായയുമായി ബാങ്കിലെത്തുന്നു. ശേഷം ആ ഗോൾഡ് കൊടുത്ത് ആദ്യമായി ഈ സിനിമയിൽ അദ്ദേഹം സംസാരിക്കുന്നു. ഇങ്ങനെ ഗോൾഡ് എടുത്ത് ബാങ്കിൽ കൊടുത്ത് നോട്ടാക്കിത്താ എന്ന് പറയുന്നു. അദ്ദേഹത്തിന് എന്തോ വലിയ ലക്ഷ്യമുണ്ട്. കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്